നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് സിമ്പിളായിട്ടൊരു ഡിസേർട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി ഒരു 300 ഗ്രാം, പഞ്ചസാര ഞാനിവിടെ കെയിൻ ഷുഗർ എടുത്തു എന്നുള്ളൂ, നിങ്ങൾക്ക് സാധാ പഞ്ചസാര ഉപയോഗിക്കാം, 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ റെഡ് വൈൻ. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി ഇതുപോലെ ചെറുതായിട്ട് അരിയണം, എങ്കിലേ നമ്മളിടുന്ന ഈ പഞ്ചസാരയൊക്കെ അതിലേക്ക് ശരിക്കും അലിഞ്ഞ് ചേരുള്ളൂ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു, 1 ടീസ്പൂൺ റെഡ് വൈനും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, എങ്കിലാണ് ആ വൈനിൻ്റെയും പഞ്ചസാരയുടെയും രുചിയൊക്കെ സ്ട്രോബെറിക്ക് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണിത്. ഇതാ കണ്ടോ, പഞ്ചസാരയുടെയും സ്ട്രോബെറിയുടെയും ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ഇതേ നോക്കിക്കേ, കാണാൻ തന്നെയൊക്കെ എന്ത് രസമല്ലേ. ഇതേ ഐസ്ക്രീമിൻ്റെയോ വിപ്പിംഗ് ക്രീമിൻ്റെയോ കൂടെ കഴിച്ചാലുണ്ടല്ലോ ഫ്രൂട്ട് സലാഡൊക്കെ മാറി നിൽക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് കഴിച്ചാലും മതി. പഞ്ചസാരയുടെ അളവൊക്കെ സ്ട്രോബെറിയുടെ പുളിക്കനുസരിച്ച് മാറ്റം വരുത്തണേ. അപ്പോൾ ഇനി സ്ട്രോബെറി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.